സർവശക്തനും സർവചരാചരങ്ങളുടെ സൃഷ്ടാവും സ്നേഹസ്വരൂപനുമായ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പിതാവിൻ്റെ സ്നേഹസമ്പന്നത അതിൻ്റെ മുഴുവൻ ആഴത്തിലും അർത്ഥത്തിലും ജീവിച്ചു കാണിച്ച പുത്രനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. സകല വിശുദ്ധരോടുമൊപ്പം ദൈവസ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ സഹായിച്ച പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവത്തെക്കുറിച്ച് എല്ലാം അറിയാമെന്ന് ധരിച്ച് വശായിരുന്ന ഞങ്ങളെ പുത്തൻ അറിവുകളും അനുഭവങ്ങളും തന്ന് ബോധ്യങ്ങളുടെ പുതിയ തലങ്ങളിലേക്ക് നയിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ചുംബനം കൊണ്ടൊറ്റിക്കൊടുത്ത യൂദാസിനെ സ്നേഹിത എന്ന് വിളിക്കുന്ന അങ്ങേ കാരുണ്യത്തിൻ്റെ നീളം, അങ്ങയെ ഉപേക്ഷിച്ചു പോയ ശിഷ്യന്മാർ അധ്വാനിച്ചു മടുത്ത് മടങ്ങിയെത്തുമ്പോൾ അപ്പവും മീനും ചുട്ടൊരുക്കി കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ച് കാത്തിരിക്കുന്ന അങ്ങേ മാതൃസ്നേഹത്തിൻ്റെ ആഴം, തനിക്ക് സ്വന്തമായി ഉണ്ടായിരുന്ന കഴിവുകളൊന്നും സ്വാർത്ഥമായി ഉപയോഗിക്കാതെ നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ കലവറയാണല്ലോ അങ്ങ്. 40 ദിവസം ഉപവസിച്ച് വിശന്നിട്ടും കല്ല് അപ്പമാക്കി വിശപ്പടക്കാമായിരുന്നിട്ടും അതിന് പ്രലോഭകൻ പ്രേരിപ്പിച്ചിട്ടും അതിന് മുതിരാതെ 3 ദിവസം വിശന്ന മക്കൾക്ക് അപ്പം വർദ്ധിപ്പിച്ച് നൽകിയ നിന്റെ നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ വീതി ആർക്കളക്കാനാകും? സമൂഹം ജീവിക്കാൻ അവസരം നിഷേധിച്ചിട്ടും ഒരു വിചാരണയ്ക്ക് മുതിരാതെ, ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം മുട്ടിക്കാതെ, പൊയ്ക്കൊള്ളുക, നിന്നെ ഞാൻ വിധിക്കുന്നില്ല എന്ന് അരുൾ ചെയ്ത് പാപിനിയെ ജീവിക്കാൻ അനുവദിച്ച് ഒരു പടി കൂടി ഉയർന്നു ധ്യാനിച്ചാൽ വേശ്യയെ കുലടയെന്ന് വിളിക്കാതെ അമ്മയെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിച്ച ആദരപൂർവമായ പദം കൊണ്ട് സ്ത്രീയെ എന്ന് വിളിച്ച് ബഹുമാനിച്ച നിന്റെ ദിവ്യസ്നേഹത്തിൻ്റെ ഉയരം ആർക്ക് തിട്ടപ്പെടുത്താനാവും? നന്ദി ഈശോയെ, നന്ദി. പാദം കഴുകുന്നൊരു ദൈവത്തെക്കുറിച്ച് പത്രോസിന് ചിന്തിക്കാൻ പോലും ആകുമായിരുന്നില്ല. അതുകൊണ്ടാണ് അവൻ പാദം കാട്ടാൻ വിസമ്മതിച്ചതും. പത്രോസിനെ പോലെ അത്ഭുത പരതന്ത്രരായി സർവശക്തനായ നിന്റെ എളിമയും സർവാതിശായിയായ നിന്റെ നിരുപമ സ്നേഹവും ഞങ്ങളും സംശയിച്ച് പുറകോട്ട് വലിഞ്ഞിട്ടുണ്ട്. കരുണയാകണേ. ഞങ്ങളുടെ തെറ്റായ ദൈവസങ്കല്പങ്ങളെ തകിടം മറിക്കാൻ കരുണയാകണമേ. ഞങ്ങൾക്കുള്ളിലെ സ്വാർത്ഥ സ്നേഹത്തിന് അടിമപ്പെട്ട് അത്ഭുതങ്ങളുടെ കിട്ടിയ അപ്പക്കുട്ടയും ചുമന്ന് നിന്നെ വിട്ട് ഓടിപ്പോകാനാണ് ഞങ്ങൾ പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം ജീവിതത്തോണി മുന്നോട്ട് പോകാനാകാതെ നടുക്കടലിൽ അലയുന്നതും. നാഥ, വെള്ളത്തിന് മുകളിലൂടെ നടന്നു വന്നവനെ കടന്നു വരണമേ. അത്ഭുതങ്ങളെയല്ല, അങ്ങയെ സ്വന്തമാക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ദാനങ്ങളെയല്ല, ദാതാവിനെ സ്വന്തമാക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ. ചോദിച്ചത് പലതും തന്നിട്ടില്ലെന്ന് പറഞ്ഞ് പരാതിപ്പെടുന്ന ഞങ്ങൾക്ക് ചോദിക്കാത്തത് പലതും ലഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി നന്ദിയുള്ളവരാകാനുള്ള കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇന്ന് ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു, നിന്റെ ഒറ്റിക്കൊടുത്തതും നീ സ്നേഹിത എന്ന് വിളിച്ചതുമായ യൂദാസ് ഞാനാണ്. തള്ളിപ്പറഞ്ഞ പത്രോസ് ഞാനാണ്. യാതൊരു അർഹതയുമില്ലാതിരുന്നിട്ടും നീ വിശ്വസിച്ച് താക്കോലേൽപ്പിച്ചത് എന്നെയാണ്. മഗ്ദലന ഞാനാണെന്ന്, എന്നെയാണ് നീ സ്ത്രീയെ എന്ന് വിളിച്ച് ആദരിച്ചതെന്ന്, കള്ളനും കൊള്ളക്കാരനും ഞാനാണെന്ന്, എനിക്കാണ് ഇന്ന് നീ രക്ഷയുടെ പർദീസ വാഗ്ദാനം ചെയ്തത് എന്ന് ഒരിക്കൽ കൂടി നിന്നെ ഞാൻ സ്തുതിക്കുന്നു. ഇനി എനിക്ക് ഒഴിവ് കഴിവില്ല എന്ന് ഞാൻ അറിയുന്നു. എന്നെ ഞാനായിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിച്ച് സ്വന്തമാക്കിയ നിന്നെ ഞാൻ തിരിച്ചറിഞ്ഞതുകൊണ്ട് ഇനി നിന്നെ സ്നേഹിക്കുകയല്ലാതെ എനിക്ക് തരമില്ലെന്ന് ഞാൻ അറിയുന്നു. ഓ ദിവ്യ കാരുണ്യം ഓർക്കുമ്പോൾ കരയാതിരിക്കാനാവുന്നില്ല എന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ വാക്കുകൾ ഞങ്ങളിപ്പോൾ അനുസ്മരിക്കുന്നു. ഈശോയെ, നിന്റെ അവയവങ്ങൾ എനിക്കായി മുറിക്കപ്പെട്ടെങ്കിൽ ഇനി നിനക്ക് എൻ്റേതല്ലാതെ വേറെ അവയവങ്ങളില്ലെന്ന് ഞാൻ തിരിച്ചറിയുന്നു. നീ എനിക്ക് വേണ്ടിയായതുകൊണ്ട് ഞാൻ ഇനി നിനക്ക് വേണ്ടിയാകും എന്ന് തീരുമാനിക്കുന്നു. കണ്ടു സ്മരിക്കാൻ ക്രൂശിതനായും കേട്ടു സ്മരിക്കാൻ തിരുവചനമായും കണ്ടും കേട്ടും അനുഭവിച്ചും അനുസ്മരിക്കാൻ വിശുദ്ധ കുർബാനയായും ലോകാവസാനത്തോളം കൂടെ വസിക്കുന്ന നിന്റെ ദിവ്യകാരുണ്യത്തെ ഓർത്ത് ഹൃദയം തരളിതമാകുന്നു. നാഥ, അമിത വൈകാരികതയുടെ മണൽപ്പുറങ്ങളിൽ വിശ്വാസ ജീവിതത്തിൻ്റെ ഭവനം പണിതുയർത്താതെ ആഴപ്പെട്ട ദൈവസ്നേഹാനുഭവങ്ങളുടെ പാറപ്പുറത്ത് പണിതുയർത്താൻ, ദൈവസ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കാൻ നീ അനുഗ്രഹിക്കണേ. ദുഃഖവെള്ളിയും കുരിശും കല്ലറയും ജീവിതത്തിൻ്റെ അവസാനമല്ലെന്നും അത് ഉത്ഥാന ജീവിതത്തിൻ്റെ ആരംഭവുമാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സങ്കീർത്തനം 139:9. മുമ്പിലും പുറകിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു. എനിക്ക് അപ്രാപ്യമാം വിധം അത് ഉന്നതമാണ്. അതെ, കർത്താവിനെ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യുന്നു. സങ്കീർത്തനം 32:10. ദൈവസ്നേഹം ഹൃദയത്തിലും ഉദരത്തിലും നിറഞ്ഞ പരിശുദ്ധ അമ്മേ, ജീവിതത്തിൽ ദൈവസ്നേഹത്താൽ നിറഞ്ഞ് നിന്റെ സംവാഹകരാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അവതരിച്ച വചനത്തിൻ്റെ വളർത്തുപിതാവായ വിശുദ്ധ ഔസേപ്പെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. സഹനത്തിൻ്റെ നടുവിലും ദൈവസ്നേഹാഗ്നിയിൽ ഉരുകിയൊലിച്ച് വിശുദ്ധയായ അൽഫോൻസാമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇക്കഴിഞ്ഞ തിരുമണിക്കൂറുകളിലായി ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച സകല വിശുദ്ധരെ, മാലാഖമാരെ ഞങ്ങൾ നന്ദി പറയുന്നു. നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും
നമ്മളെല്ലാവരും യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ശിരസ് നമിച്ച് നമുക്ക് അവിടുത്തെ സ്തുതിക്കാം, ആരാധിക്കാം, നന്ദി പറയാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.